പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. ഈ മക്കളുടെ ഡോക്യുമെൻറ്റുകളെല്ലാം ഞാൻ ആശ്രയിച്ച് പ്രാർത്ഥിക്കണേ ചെയ്യാം. അവരുടെയും കൈകളിൽ അതില്ല എങ്കിലും ഡോക്യുമെൻറ്റുകൾ നിങ്ങൾ മനസ്സിൽ ഓർക്കുക. ചില ഹോൾ ടിക്കറ്റ് ആകാം, ചിലപ്പോൾ വീടിൻ്റെ പ്രമാണമാകാം, ചിലപ്പോൾ ലോൺ എടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാകാം, വസ്തു കൈമാറുന്നതിന് വേണ്ടിയുള്ള തടസ്സമാകാം. വസ്തു വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നവരുണ്ട്. വൃക്ഷങ്ങൾ വിൽക്കുന്നവരുണ്ട്, മൃഗങ്ങളെ വിൽക്കുന്നവർ വാങ്ങുന്നവരുണ്ട്. ആ എല്ലാ മേഖലകളും ചെറിയ ചെറിയ കമ്പോളങ്ങൾ കൊണ്ടും വലിയ ഏജൻസികൾ കൊണ്ടും ജീവിക്കുന്നവരുണ്ട്. രോഗപീഠകൾ വലയുന്നവരെ അവരുടെ ശരീരത്തിന് വിവിധ ഭാഗങ്ങളിൽ കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാത്തി കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിന് രോഗപീഠകളെ ഈശ്വനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. നാളെ നവംബർ 14 വെള്ളിയാഴ്ച ഈ 2 സബ്ജക്റ്റ് നമ്മൾ കണ്ടിട്ടാണ് ഇന്ന് പറയണത്, നാളെ പറയണത്.
അതായത് എൻ്റെ സബ്ജക്റ്റിൻ്റെ പൊതുപ്പേരെന്ന് പറയുന്നത് വിശ്വാസ ജീവിതത്തിൻ്റെ ഔട്ട്ലെറ്റുകളെ കുറിച്ചാണ് പറയുന്നത്. വിശ്വാസ ജീവിതത്തിൻ്റെ ഔട്ട്ലെറ്റുകൾ. ഒന്നാമത്തെ ഔട്ട്ലെറ്റിനെ കുറിച്ച് ഇന്ന് പറയാം, രണ്ടാമത്തെ ഔട്ട്ലെറ്റിനെ കുറിച്ച് നാളെ പറയാം. ഇന്ന് പറയണത് വിശ്വാസത്തിന് 2 ഔട്ട്ലെറ്റുകളുണ്ട്. ഒരു ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? അതായത് ഇപ്പം വേസ്റ്റ് വാട്ടർ ഇല്ലേ, ഭയങ്കര പ്രശ്നമില്ലേ വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയണത്. കുറേ വേസ്റ്റ് മാനേജ്മെൻറ്റ് പറയുമ്പോൾ വേസ്റ്റ് വാട്ടർ ഉണ്ടാകും, പിന്നെ വേസ്റ്റായിട്ടുള്ള കുറേ വേസ്റ്റ് ഉണ്ടാകുമല്ലോ. വേസ്റ്റ് ഒരു ലൈഫ് മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് എന്തുമാത്രം വേസ്റ്റ് കുറക്കാൻ പറ്റും അത്രയും നല്ലത്. പക്ഷേ എന്നാലും വേസ്റ്റ് ഉണ്ടാകും. വേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ വേസ്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾക്ക് വേസ്റ്റിന് ഒരു ചാനൽ വേണം. വേസ്റ്റ് വാട്ടറിൻ്റെ ഇപ്പം മാത്രമല്ല, പണ്ട് പോലെ ഹാരപ്പ മൊഹൻജദാരോ ഒക്കെയുള്ള ആദ്യകാല നാഗരികതയിൽ പോലും വേസ്റ്റ് വാട്ടറിന് പ്രത്യേക സിസ്റ്റം ഉണ്ടായിരുന്നു. അപ്പം അതുപോലെ തന്നെ ജീവിതത്തിലുണ്ട്, കുറേ ആത്മീയ ജീവിതത്തിലുണ്ട് വേസ്റ്റ് വാട്ടറിൻ്റെ ഔട്ട്ലെറ്റുകൾ. ആത്മീയ ജീവിതത്തിലുണ്ട്. ആത്മീയജീവിതത്തിൻ്റെ വേസ്റ്റ് വാട്ടറിൻ്റെ ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കുറേ കാര്യങ്ങൾ ദൈവത്തിന് വേസ്റ്റായിട്ട് വരും. അത് നമ്മൾ ഒഴുക്കിക്കളയണം, അല്ലെങ്കിൽ അത് കണ്ടാമിനേഷൻ ഉണ്ടാക്കും. വേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്ത്? നമുക്ക് വേസ്റ്റല്ലേ, നമുക്ക് വലിയ കാര്യമായിരിക്കും, ദൈവത്തിനകത്ത് വേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ദൈവത്തിന് വേസ്റ്റായിട്ടുള്ള സംഭവങ്ങളെ കളയുന്നതിനാണ് വേസ്റ്റ് വാട്ടറിങ് എന്ന് പറയുന്നത്. അതിനകത്ത് എന്താണ് അതിൻ്റെ അകത്ത് ഒന്നാണ് അനുതാപം എന്ന് പറഞ്ഞ സംഭവം. അനുതാപം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഔട്ട്ലെറ്റാണ് ശരിക്കും പറഞ്ഞത്. അനുതപിച്ചില്ലെങ്കിൽ ഈ വേസ്റ്റ് വാട്ടർ എല്ലാം, അതായത് നമ്മൾ ജീവിച്ച് കഴിയുമ്പോൾ ആ അറിഞ്ഞുണ്ടാകുന്ന വേസ്റ്റ് ഉണ്ട്, അറിയാതെ ഉണ്ടാകുന്ന വേസ്റ്റ് ഉണ്ട്. പൊല്യൂഷൻ, അതാണ് വിഷയം. പൊല്യൂഷൻ ഒരു അതിന് ഔട്ട്ലെറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അത് ഭയങ്കരമായിട്ടുള്ള സ്ഫോടനത്തിന് ഇരയാകും. രോഗാണുക്കളൊക്കെ പെരുകി വേസ്റ്റ് വാട്ടറൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? രോഗാണുക്കളൊക്കെ പെരുകി നാശകുടലയാവും. അതുകൊണ്ടാണ് അതിന് വെച്ചിരിക്കുന്ന ദൈവം വെച്ചിരിക്കുന്ന ഒരു വേസ്റ്റ് വാട്ടർ മാനേജ്മെൻറ്റ് സംവിധാനമാണ് അനുതാപം. അതുകൊണ്ട് അത് ആദ്യമേ തന്നെ ഈശോ പറയും, എന്താണ്? അനുതപിക്കുക. ബൈബിൾ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ഒരു വാക്കാണ് അനുതാപം. അതിൻ്റെ പലതരത്തിലുള്ള അനുതാപങ്ങളാണ്. ഓരോരോ ജീവിത രീതി അനുസരിച്ചുള്ള ഓരോരോ ജീവിത രീതിക്ക് അതിൻ്റെതായിട്ടുള്ള അനുതാപ മേഖലകളും അനുതാപ മുറകളും ഉണ്ട്. അപ്പോൾ നമ്മൾ വേസ്റ്റ് ഔട്ട്ലെറ്റുകൾ ഉണ്ടായാലും ശരി, അത് തിരിച്ച് ഒഴുകാൻ അനുവദിക്കരുത്. അതാണ് നമ്മൾ മനസ്താപത്തിൽ പറയണത്. മേലിൽ പാപം ചെയ്യരുതെന്നൊക്കെ പറയത്തില്ലേ, തിരിച്ച് വേസ്റ്റ് വാട്ടർ ഒഴുക്കിവിട്ട സാധനം തിരിച്ച് വരണില്ലേ. അതുകൊണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞ ദൈവിക ജീവിതം ഉണ്ടല്ലോ, അത്രയ്ക്ക് പാടുള്ളതല്ല ശരിക്കും. ദൈവത്തെ കാണണമെന്ന് പറഞ്ഞാൽ പോലും അത് ദൈവത്തെ കാണാൻ മനുഷ്യന് ഉള്ളൊരു റൈറ്റ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ റൈറ്റുണ്ട്. അതിലെ വിശ്വാസിക്ക് ദൈവത്തിന് വേണ്ടി ജീവിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർ ദൈവത്തിന് വേണ്ടി ഫുൾ ടൈമേഴ്സായിട്ട് ജീവിക്കുന്നവർ, അവർക്കൊക്കെ റൈറ്റുണ്ട് ശരിക്കും പറഞ്ഞാൽ ദൈവത്തെ കാണാൻ. അല്ലാത്തവർക്ക് അവരുടെ രീതി റൈറ്റുണ്ട്. ദൈവം ആ നീതി നിറവേറ്റണത് ദൈവം ഇങ്ങനെ വന്ന് പ്രത്യക്ഷപ്പെട്ടല്ല, അതിനാണ് ഈ അമ്മയെ പ്രത്യക്ഷപ്പെടുന്നത്. അമ്മ വ്യക്തിപരമായിട്ട് പ്രത്യക്ഷപ്പെടുന്നവരുണ്ട്, അമ്മ സമൂഹത്തിൽ പ്രത്യക്ഷപ്പെടുന്നവരുണ്ട്. വ്യത്യസ്തമായ രീതിയിൽ അമ്മയ്ക്കത് ആ ദൈവം ആ അനുവാദം, ഇതാ നിൻ്റെ അമ്മയെന്ന് ഈശോ പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ എല്ലാവരുടെയും അമ്മ എന്ന രീതിയിൽ അമ്മയ്ക്ക് കൂടുതൽ സ്വാതന്ത്ര്യവും സാധ്യതയുമാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വ്യക്തിപരമായ മരിയൻ എക്സ്പീരിയൻസൊക്കെ ഒത്തിരി കൂടുന്നതിൻ്റെ കാരണങ്ങൾ അതാണ് വരുന്നത്. അത് ഒരു അനുഭവം ഇല്ലാത്തവരോട് പറഞ്ഞിട്ട് ഒരു കഥയുമില്ല. ഞാൻ 2 പ്രാവശ്യം അമ്മയെ നേരിട്ട് കണ്ട ആളാണ്. പക്ഷെ അത് മറ്റുള്ളവർ പറയുമ്പോൾ അവരൊന്ന് ചിരിക്കണ കാണാം. ഞാൻ അച്ഛന്മാരൊക്കെ തോന്നുന്നു, അച്ഛന്മാരോട് എനിക്കും അത് തോന്നിയതായിരിക്കും. നിന്നെ ആദ്യമൊക്കെ കാലമൊക്കെ പറയണത് നിനക്കെന്താ കുഴപ്പമുള്ളതൊക്കെയാണ് അവർ പറയണത്. ചിലർ തമാശ പറയണതേ. കാര്യത്തിന് അവർക്ക് ആ എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ, അവർക്ക് ആ എക്സ്പീരിയൻസ് ഉണ്ടാകുന്നവരെ അവർ നിഷേധിച്ചുകൊണ്ടിരിക്കുകയോ അവർ വേറെ എന്തെങ്കിലും താത്വിക സൈക്കോളജിക്കൽ റീസൺ കണ്ടെത്തുകയൊക്കെ ചെയ്യും. എന്തെങ്കിലുമൊക്കെ കണ്ടെത്തും. പക്ഷേ ഇതിൻ്റെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു അത്ര പാടുള്ള കാര്യമല്ല. ദൈവം ഒരു മനുഷ്യനെ കമ്മ്യൂണിക്കബിൾ ആകുന്നത് അത്ര പാടുള്ള കാര്യമല്ല ശരിക്കും. ദൈവവചനം നമ്മൾ ദൈവസ്നേഹത്തോടെ അനുഷ്ഠിക്കുമ്പോൾ തീർച്ചയായിട്ടും അടയാളങ്ങൾ വരും. അടയാളം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവം വിദൂരസ്ഥനല്ല, സമീപസ്ഥനാണ്. അത് വാഗ്ദാനമാണ്.
അതാണ് ഈ അടയാളങ്ങൾ ആൾക്കാർക്ക് ലഭിക്കാൻ കാരണം അതാണ്. അപ്പം എന്നിട്ട് ഈശോ പറയും, ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണും എന്ന് വെച്ച് കഴിഞ്ഞാൽ തലക്കനം ഇല്ലാത്തവരെന്ന് എൻ്റെ അർത്ഥം. പിന്നെ ആത്മാർത്ഥതയും നിഷ്കളങ്കമായ ദൈവത്തെ അന്വേഷിക്കുന്നവരെ, നിഷ്കളങ്കതയാണ്, വേറെ ദൈവത്തോട് സ്നേഹം കൊണ്ട് ദൈവത്തെ അന്വേഷിക്കുന്ന ആൾക്കാരില്ല, അവർക്ക് ദൈവം. പിന്നെ ഹൃദയം നുറുങ്ങിയവർ, ദൈവത്തെ ഓർത്തിട്ട് നുറുങ്ങുന്ന ആൾക്കാർ, ദൈവം സമീപസ്ഥനാണ്. അപ്പം അത് ഒത്തിരിപ്പെട്ട അനുഭവങ്ങളിൽ നിന്നാണ് സങ്കീർത്തനമൊക്കെ വരണത്. ഇപ്പം നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം അനുതാപം. എപ്പോഴും നമ്മൾ ഓർത്ത് അനുതാപം ഇപ്പോൾ പാപങ്ങളെക്കുറിച്ച് അനുതപിക്കുന്നതിൻ്റെ പിന്നിൽ ഈ ഒരു വേസ്റ്റ് മാനേജ്മെൻ്റ് ഉണ്ട്. കാര്യം കുറേ ജീവിച്ച് വരുമ്പോൾ കള്ളത്തരവും നുണ പറച്ചിലും അറിയാതെ പറയും, അറിഞ്ഞു പറയും, വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഇതുപോലെ സംഭവങ്ങൾ കുന്നുകൂടുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ കുർബാനയുടെ ഇടയ്ക്ക് എല്ലാ കുർബാനയ്ക്കും എൻ്റെ പിഴ എന്ന് പറയണ. ഒരു ദിവസം ഞാൻ ഒരു സഹോദരനോട് പറഞ്ഞേ, നമ്മൾ എൻ്റെ പിഴ നെഞ്ചത്തിലിരിക്കുന്ന പകരം ഈ പിഴ ഉണ്ടാകാതിരുന്നാൽ പോരെ. അതല്ലേ ആത്മാർത്ഥം. എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ എന്ന് പറഞ്ഞുകൊണ്ട് കുർബാനയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ നെഞ്ചത്തിലിരിക്കുന്നത് എല്ലാ ദിവസവും സ്ഥിരം പരിപാടിയായിട്ട് ചെയ്യണേക്കാൾ ഈ വലിയ പിഴ എങ്ങനെ ഉണ്ടാകണത്? നമ്മൾ പിഴയില്ലാതെ ജീവിക്കാൻ തീരുമാനിച്ചാൽ പിന്നെ എങ്ങനെയാണ് വലിയ പിഴ ഉണ്ടാകണത്? അവിടുത്തെ എന്തൊക്കെ ഒരു റെക്ടിഫിക്കേഷൻ ആവശ്യമായ ഒരു മേഖലയാണത്. വലിയ പിഴ ഉണ്ടാകേണ്ട കാര്യമില്ല, ചെറിയ പാപങ്ങളൊക്കെ ഉണ്ടാകും മനുഷ്യന്. അപ്പം അതിന് പോലും അനുതാപം ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റാണ്. കുറേ നാൾ ജീവിക്കുമ്പോൾ അറിയാതെ ഉണ്ടാകുന്ന ഈ ജങ്കില്ലേ, നമ്മൾ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുമ്പോഴും ജങ്ക് നമ്മൾ സാധനം ഉണ്ടല്ലേ, അത് നമ്മളെടുത്ത് ഡസ്റ്റ്ബിന്നിലിടുന്നില്ലേ. അപ്പം അതുപോലെ ജങ്ക് ഫയൽസ് ഉണ്ടാകുന്നത് അത് മാനേജ് ചെയ്യുന്ന ഒരു വിഷയമാണ് അനുതാപം. അനുതാപം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ആത്മാർത്ഥമാണെന്ന് ദൈവം നോക്കത്തുള്ളൂ. അനുതാപത്തിന് പ്രശ്നമൊന്നുമില്ല, പക്ഷേ ദൈവം ഒന്ന് നോക്കുന്നത് അത് ആത്മാർത്ഥമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആളിനി അത് റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ റിപ്പീറ്റ് ചെയ്യാതിരിക്കാനുള്ള ശ്രമങ്ങളില്ലെങ്കിൽ അനുതാപത്തിൻ്റെ വേസ്റ്റ് വാട്ടർ തിരിച്ചൊഴുകാൻ സാധ്യതയുണ്ട്. ഇത് വളരെ ശ്രദ്ധിക്കണം. കാര്യം ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് എന്ന് കർത്താവ് ഒരു പ്രാർത്ഥന തന്നിട്ടുണ്ടെങ്കിൽ ദൈവവേദന ഒന്ന് ചിന്തിച്ച്, പ്രലോഭനത്തിൽ ഉൾപ്പെടാതെ ജീവിക്കാനുള്ളൊരു സാധ്യത ഉണ്ടെന്നല്ലേ എൻ്റെ അർത്ഥം. ആ സാധ്യതയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. കർത്താവേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. ഇനി ഉൾപ്പെട്ട് പോയാൽ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള നമ്മൾ ദൈവത്തോട് പറഞ്ഞതിന് ശേഷം പിന്നെ എല്ലാം വീക്കാണെന്നൊരു കാര്യമില്ല. എല്ലാം വീക്കെന്ന് പറയണത് നമ്മൾ ആ വീക്ക്നെസ് പറഞ്ഞ് ലൈസൻസ് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അതൊന്നും ആത്മാർത്ഥമായിട്ടുള്ള വിഷയമല്ല. നമ്മൾ അതിന് ബോധപൂർവ്വം ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് വിഷയം. ബോധപൂർവ്വം നമ്മൾ ശ്രമിക്കുന്നില്ല. പാപം നൽകുന്ന ഒരു ഔദാര്യം കൈപ്പറ്റിക്കൊണ്ട് പാപത്തിൻ്റെ അടിമയായിട്ട് അടുത്തോളം കൈപ്പറ്റി ജീവിക്കുക എന്നുള്ള മിനിമം പ്രോഗ്രാമും അനുഗ്രഹം അടിച്ചു മാറ്റാൻ വേണ്ടി ദൈവത്തെ ഒരു ഉപാധിയെ കാണിക്കുന്ന ആത്മീയ പാപ്പരത്വത്തിനെ ഒന്നും അനുതാപമായിട്ട് കണക്ഷൻ വരത്തില്ല. അതൊന്നും ശ്രദ്ധിക്കണം. നിങ്ങൾ തീവ്രമായിട്ട് ആഗ്രഹിക്കും ദൈവത്തെ, ബാക്കി എല്ലാം ദൈവം ക്രമീകരിക്കും. അനുതാപമാണ് ഒന്നാമത്തെ ഔട്ട്ലെറ്റ്. ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഗ്രേസ് ജോർജ്, ഇതെൻ്റെ ഹസ്ബൻഡ് ജോർജ്. ഞങ്ങൾ കുന്നംകുളത്തുനിന്ന് വരുന്നു. ഞാൻ 2025 ഫെബ്രുവരിയിലാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും വലിയ കൃപ ലഭിച്ചതിൻ്റെ ആ സാക്ഷിയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞത് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും സാക്ഷ്യം വഹിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമാണ്. അപ്പോൾ പരിശുദ്ധ എൻ്റെ ഹസ്ബൻഡ് ആദ്യത്തെ എൻ്റെ ഒരു അത്ഭുതം എന്ന് പറഞ്ഞത് എൻ്റെ ഹസ്ബൻഡിൻ്റെ കാലിൽ വെരിക്കോസ് വെയിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. ഒരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ടും ഒരു 10-14 സ്റ്റിച്ച് ഉണ്ടായ ഒരു ഓപ്പറേഷനായിരുന്നു. എന്നിട്ടും ആ മുറിവ് ഉണങ്ങിയാലും അവിടെ നീര് വരിക, പഴുക്കുക, അങ്ങനെ എപ്പോഴും അങ്ങനെ ആയിരുന്നു. അതിനേക്കാൾ മുന്നേ ഈ വെരിക്കോസിൻ്റെ വന്നപ്പോൾ ഒരു ആയുർവേദ ആൾക്കാർ പറഞ്ഞു, ഈ അട്ടേനെ കൊണ്ട് പിടിപ്പിച്ച് കഴിഞ്ഞാൽ അത് മാറുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വെരിക്കോസിൻ്റെ ഒരു ഭാഗത്ത് അട്ടേനെ പിടിപ്പിച്ച കാരണം അട്ടയുടെ മുഖത്തുള്ള ഒരു ഇതിന് സെപ്റ്റിക് അൾസറായിട്ട് ഹസ്ബൻഡിൻ്റെ കാലുമ മാറി. അത് വലിയൊരു മുറിവായി തീർന്നു. ഒരു 10-20 വർഷമായിട്ട് അതങ്ങനെ ഒരു മുറിവുണ്ടായിരുന്നു.
അത് പിന്നെ ഒരു 4 ഇഞ്ച് നീളവും ഒരു 1 ഇഞ്ചോളം താഴ്ചയുള്ള കാലിൻ്റെ മുട്ടിൻ്റെ താഴെയായിട്ടായിരുന്നു ആ മുറിവുണ്ടായിരുന്നത്. എപ്പോഴും ഇങ്ങനെ പഴുപ്പ് വരിക, ഈ ചർക്ക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആൾക്ക് മാനസികമായിട്ടും വളരെയധികം വിഷമിച്ചിരുന്നു. അത് ആയുർവേദം കാണിച്ചു. ഇപ്പോൾ ഈ അട്ടേനെ പിടിപ്പിച്ചിട്ട് മാറിയില്ല. പിന്നെ മിഷൻ ഹോസ്പിറ്റലിലായിരുന്നു ഓപ്പറേഷൻ. അതിൻ്റെ ചികിത്സ ചെയ്തിട്ടൊന്നും ഈ മുറിവ് ഉണങ്ങണില്ലായിരുന്നു. എന്നിട്ട് പിന്നെ ജോലിക്ക് പോകാൻ പറ്റാണ്ടായി. അപ്പോൾ ജോലി ഉപേക്ഷിച്ചു. അപ്പോൾ മാനസികമായിട്ടും അതും വളരെയധികം ആളെ തളർത്തിയിരുന്നു. പിന്നെ ഇവിടുന്ന് ഈ തൈലം, ഇവിടുന്ന് കിട്ടിയ തൈലം എടുത്ത് ഒരു ദിവസം പറഞ്ഞു, നമുക്ക് ഈ തൈലം ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുന്നതല്ലേ, ഈ തൈലം ഒന്ന് ഉപയോഗിച്ച് മാതാവിനെ ഈശോയോട് പറഞ്ഞ് സൗഖ്യപ്പെടുത്താൻ സാധിച്ചെങ്കിലോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് രണ്ടുപേരും പ്രാർത്ഥിച്ചു. ഈ തൈലത്തിൽ ഉപ്പ് ചേർത്തിട്ട്, നല്ല പോലെ ഉപ്പും തൈലും കൂട്ടി ചേർത്തിട്ട്, ഈ 4 ഇഞ്ച് നീളം 1 ഇഞ്ച് ആഴമുള്ള വലിയൊരു മുറിവാണ്. ശരിക്കും മാംസം പോലെ ചുവന്നിരിക്കുക കാല്. അപ്പോൾ അതിലിങ്ങനെ കുറച്ചിങ്ങനെ പ്രാർത്ഥിച്ചു പുരട്ടിപ്പോയി പറഞ്ഞു, നീറ്റെന്തെങ്കിലും ഉണ്ടോയെന്ന് വെച്ചപ്പോൾ ഒന്നുമില്ല, ഒരു വികാരവും ഇല്ലാത്ത പോലെയാണ് ആൾ പറഞ്ഞത്. അപ്പോൾ അതിങ്ങനെ പുരട്ടി ആളോട് പറഞ്ഞു, ഇനി ഞാൻ ജോലിക്ക് അടുക്കളയിലേക്ക് പോവാണ്, ഇരുന്ന് ജപമാല ചൊല്ലിയിരിക്കട്ടെ, പ്രാർത്ഥിക്കട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി. ഞാൻ അടുക്കളയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നുക, ദൈവമേ ഈ ഉപ്പും തൈലും ഒരു അട്ടേനെ പിടിപ്പിക്കുക എന്ന് പറഞ്ഞത് എൻ്റെ ഒരു ഇഷ്ടത്തിന് ചെയ്തതാണ്. അപ്പോൾ എല്ലാവരും കുറ്റപ്പെടുത്തും, നിൻ്റെ വാക്ക് കേട്ടിട്ട് ആ ചെക്കൻ്റെ കാലുമാരും മുറിവ് വലിയത് വരുത്തി, വെരിക്കോസിൻ്റെ ഓപ്പറേഷൻ ചെയ്തിട്ട് അതിനും കുറവില്ല. പോരാത്തേക്ക് ഈ ഉപ്പും തൈലും കൂടി പുരട്ടിയിട്ട് ആ മുറിവിൽ വല്ല ഞരമ്പിൽ എന്തെങ്കിലും ബാധിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ പറയില്ലേ, ഈ ആദിവാസിയാണോ നിങ്ങൾ, ഇത്രയും ബോധമില്ലാത്ത പണി ചെയ്തെന്ന് വെച്ചിട്ട് എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തിയില്ലെങ്കിലോ എന്നുള്ളൊരു ഭയം മനസ്സിലുണ്ട്. എന്നാൽ മാതാവിൽ ഈശോയിൽ എനിക്ക് വിശ്വാസമുണ്ട്. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് നമുക്ക് കഴുകി കളയാം, ഭയം തോന്നിയിട്ട് കഴുകി കളയാമെന്ന് പറഞ്ഞിട്ട് മുറിവ് കഴുകി കളഞ്ഞു. പിന്നെ അതിലേക്കൊരു ശ്രദ്ധിക്കാനായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ അവിടുന്ന് കുറച്ച് ദിവസം മറ്റേ ദിവസവും കാല് നോക്കും, എങ്ങനെയുണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തുടയ്ക്കാനൊക്കെ സഹായിക്കുന്ന ആളാണ്. അത് ചെയ്യേണ്ടായി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് കാല് നോക്കുമ്പോൾ അതൊക്കെ തന്നെ മാംസം വന്ന് തൂർന്നിട്ട് ഇപ്പോൾ കംപ്ലീറ്റ് ഈ 4 ഇഞ്ച് നീളം 1 ഇഞ്ച് ആഴമുള്ള ഈ മുറിവ് കംപ്ലീറ്റ് ആ ഒരൊറ്റ മണിക്കൂർ അമ്മയുടെ തൈലം ആ ഉപ്പ് മാത്രം ഉപയോഗിച്ച്, ഉടമ്പടി തൈലം ഉപ്പ് കൊണ്ട് മാത്രം ആ മുറിവ് ഉണങ്ങി. ഞാനത് എനിക്ക് അമ്മയിലൂടെ ലഭിച്ച ഈ വലിയ അനുഗ്രഹം ഞാൻ കാണുന്നവരോട് ഒരു ദിവസം പോലും അമ്മയെക്കുറിച്ചും ഈശോയെ കുറിച്ചും പറയാത്ത ദിവസങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അതിപ്പോൾ ഒരു മുസ്ലിംസ് ആയാലും ഹിന്ദുസ് ആയാലും ഓട്ടോറിക്ഷയിലായാലും ബസ്സിലായാലും എവിടെയായാലും ഞാൻ അങ്ങനെ പറഞ്ഞിരിക്കും അമ്മയിൽ നിന്നുള്ള അനുഗ്രഹം. അതിന് 1000 കോടി അമ്മയ്ക്ക് തിരുക്കുമാരൻ നന്ദി പറയുന്നു. ഞാൻ രണ്ടാമത്തേന്ന് പറഞ്ഞത്, എൻ്റെ തലയിൽ നിറയെ ഒരു തരം വെള്ള പൊടി, സോറിയാസിസ് എന്ന് വെച്ചെങ്കിൽ അതുമല്ല, താരെന്ന് പറയാനും പറ്റില്ല. എൻ്റെ മോൻ പറയും ചിലപ്പോൾ അറപ്പ് തോന്നുന്ന തരത്തിലാണ് നിറയെ പൊടി പോലെ. അത് ആയുർവേദ്യം കാണിച്ചു, ഹോമിയോ കാണിച്ചു, പിന്നെ ഈ സ്കിൻ ഡോക്ടറെ കാണിച്ചു, അതിൻ്റെ മരുന്ന് കഴിച്ചിട്ട് ഒന്നും എനിക്ക് കുറവുണ്ടായിരുന്നില്ല. ഒരു ദിവസം ഇതുപോലെ തന്നെ ഈ തൈലം എടുത്ത് തലയിൽ പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി അമ്മയ്ക്ക് സാധ്യമായല്ലോ. ഇതിപ്പോൾ എൻ്റെ തലയിലൊക്കെ ഇപ്പോൾ നന്നായി മുടി കാണുന്നുണ്ട്, പക്ഷേ ഇതൊക്കെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന മുടികളാണ്. ഈ മുടിയൊക്കെ കൊഴിഞ്ഞു പോയിട്ടും ഒരു ഇങ്ങനെ അറപ്പ് തോന്നുന്ന തരത്തിലായിരുന്നു. ഇതിങ്ങനെ പുരട്ടി അതങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കും, എല്ലാവരുടെ മുമ്പിൽ എൻ്റെ പരിഹാസ മുടി കെട്ടാനൊന്നുമില്ല, ഇപ്പൊക്കെ ഇതൊരു വെച്ച് കെട്ടിയിട്ടുള്ള ഒരു സാധനം വെച്ചിട്ടാണ് ഈ നടക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു പ്രയാസം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം യൂട്യൂബ് എടുത്ത് നോക്കിയപ്പോഴുണ്ട് ജോസഫ് അച്ഛൻ്റെ ആരാധന ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു, ആരാധനയിൽ പറയുന്നുണ്ട് തലയിൽ വെള്ള പൊടി പോലെ കാണുന്നുണ്ട്, സോറിയാസിസ് ആണോ എന്ന് പറഞ്ഞാൽ അത് അങ്ങനെയല്ല. പിന്നെ ഒരു ഇംഗ്ലീഷ് വാക്കാണ് പറഞ്ഞത്, അതെനിക്ക് മനസ്സിലായില്ല, അതാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ തലയിൽ നിറയെ വെള്ള പൊടി പോലെ കാണുന്നതാണ്. ഈശോ ഈ സമയം ആ വ്യക്തിനെ സൗഖ്യപ്പെടുത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കഴുത്തിൽ കാശിരൂപം ഉണ്ടായിരുന്നു മാതാവിൻ്റെ, അതെടുത്ത് ഞാൻ നെറ്റിയിൽ തലയിൽ ഇങ്ങനെ വരച്ചിട്ട് പറഞ്ഞു, ഈശോയെ അത് ഞാനായിരിക്കണേ, എൻ്റെ സൗഖ്യപ്പെടുത്തണേ ഈശോയെ എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അവിടുന്ന് കഴിഞ്ഞു 4 ദിവസം കഴിഞ്ഞു. എനിക്ക് ജലദോഷം പനിയും പിടിച്ചു. അപ്പോൾ തലന്ന് ഞാൻ കഴുകിയിരുന്നില്ല. ഒരു ദിവസം ഞാൻ എന്താണ് തലയുടെ അവസ്ഥ എന്നിട്ട് കണ്ണടയിൽ നോക്കുമ്പോൾ എൻ്റെ തലയിൽ ഒരു പൊടി പോലും കാണാനില്ല. ഇപ്പോൾ ഒന്നുമില്ല. ചിലപ്പോൾ എനിക്ക് ചുമയും നീരുവീഴ്ച ഉണ്ടായിരുന്നു. അപ്പോൾ 3 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ തല കഴുകിയത്. അപ്പോഴും ഒരു തരി പോലും പൊടിയില്ല, ഒന്നുമില്ല. അതിൻ്റേതായ ഒരു വിഷമമില്ല. ഇപ്പോൾ തലയിലൊക്കെ നിറയെ മുടികൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈശോയ്ക്ക് മാതാവിന് ഒരുപാട് നന്ദി. അച്ഛനത് ഞാൻ വിചാരിക്കും യൂട്യൂബിലൊക്കെ കാണുമ്പോൾ എന്ത് അത്ഭുതങ്ങൾ കാണാനാണ് നമ്മളൊക്കെ വീട്ടിലിരുന്നിട്ടെന്ന് വിചാരിക്കാറുണ്ട്. പക്ഷേ ആ യൂട്യൂബിൽ നോക്കിയാലും ഈശോയ്ക്ക് പിന്നെ ജോസഫ് അച്ഛനിലൂടെ ആ ദർശനത്തിലൂടെ നമ്മൾക്കുള്ള അനുഗ്രഹം അവിടെ ലഭിക്കുമെന്നുള്ളത് എനിക്ക് പൂർണ്ണമായിട്ടുള്ള അനുഭവമായി തീർന്നു. പിന്നെയുള്ളത്
എനിക്കുള്ളത് ഒരു കൃപാസനത്തിൻ്റെ തൈലുണ്ടല്ലോ, ആ തൈലം എനിക്കൊരു പ്രോവിഡൻറ്റ് ഫണ്ട് ലഭിക്കാണ്ടായിരുന്നു. അത് ലഭിക്കില്ലെന്ന് കുന്നംകുളം ബ്രാഞ്ചിൽ നിന്ന് പറഞ്ഞു. അവിടെ ഞാനപ്പോൾ ഒരു അപേക്ഷ എഴുതി, എനിക്ക് ആ പ്രോവിഡൻറ്റ് ഫണ്ട് എനിക്ക് തിരിച്ച് തരാനായിട്ട് സാമ്പത്തികമായിട്ട് ഒരു കടബാധ്യത ഉണ്ട്, അത് തീർക്കാനായിട്ട്. അപ്പോൾ ഈ തൈലെടുത്തിട്ട് ഞാൻ ഈ അപേക്ഷ ഫോമിൻ്റെ സൈഡിൽ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ പ്രാർത്ഥിച്ച് അമ്മയുടെ കൈകളിലാണ് ഞാൻ തിരുക്കുമാരനെയും കൈകളിലാണ് ഏൽപ്പിക്കുന്നത് പറഞ്ഞിട്ടാണ് ഈ അപേക്ഷ കൊടുത്തത്. അപ്പോൾ അത് കൊടുത്തപ്പോൾ കുന്നംകുളത്ത് നിന്ന് അവരെ ബ്രാഞ്ച് ഓഫീസിൽ നിന്ന് അത് തരില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. ഇനി നിങ്ങൾക്ക് സമാധാനം ഉണ്ടെങ്കിൽ തൃശ്ശൂർക്ക് കൊണ്ടുകൊടുത്തു, അവിടെയും സ്വീകരിക്കില്ല എന്ന് പറഞ്ഞു. തൃശ്ശൂർ കൊണ്ടുകൊടുത്തു, അവിടെയും പറഞ്ഞു, ഓഫീസിൽ പറഞ്ഞു ഞങ്ങളിത് കൊടുക്കാം, നിങ്ങൾക്ക് 100% നിങ്ങൾക്ക് ഈ ഫണ്ട് മുഴുവനായിട്ട് തരില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ 4-1 വേണമെങ്കിൽ എഴുതിയെടുക്കാമെന്ന് പറഞ്ഞു. അത് കിട്ടിയിട്ട് എനിക്ക് ഒരു കാര്യമില്ല. അപ്പോൾ ഞാനിങ്ങനെ മാതാവിൻ്റെ കയ്യിലാണല്ലോ ഏൽപ്പിച്ചിരിക്കണേ എന്നുള്ളൊരു ഇതിൽ നിന്നു. അപ്പോൾ അവർ സോണിലേക്ക് അയക്കാം, എറണാകുളത്തേക്ക് അയക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 2 മാസം കഴിഞ്ഞു. ഒരു 3-ാമത്തെ മാസം ആകുമ്പോഴേക്കും എനിക്ക് അവിടുന്ന് ബ്രാഞ്ച് ഓഫീസിൽ നിന്ന് എനിക്ക് വിളി വന്നു, നിങ്ങളുടെ ആ ഫണ്ട് മുഴുവനായിട്ടും അനുവദിച്ച് തന്നിരിക്കണമെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് സങ്കടം കൊണ്ട് ഞാൻ പൊട്ടിക്കരഞ്ഞു. ആദ്യമായിട്ടുള്ള സാക്ഷ്യം തന്നെ എൻ്റെ ബ്രാഞ്ച് ഓഫീസിൽ പോയിട്ട് ഞാൻ ആ സാറിനോടാണ് പറഞ്ഞത്, പരിശുദ്ധ അമ്മയുടെ വലിയൊരു കൃപ കൊണ്ടാണ് എനിക്കിത് നേടാനായിട്ട് സാധിച്ചത്, അമ്മ ഇടപെട്ടുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് സാക്ഷ്യം പറയാൻ സാധിച്ചു. അങ്ങനെ പിന്നെയും ഞങ്ങളുടെ ജീവിതത്തിൽ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതൊന്നും കൂടെ ആളില്ലാത്ത കാരണം എനിക്ക് പറയാൻ പറ്റില്ല. ഇത്രയും വലിയ അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ കാറ്റീസം അധ്യാപികയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു വൃദ്ധസദനം ഉണ്ട് ഞങ്ങളുടെ അവിടെ, മാനസിക രോഗികളും വൃദ്ധരായിട്ടുള്ള ആണുങ്ങൾക്കുള്ള സ്ഥാപനമാണ്. അവിടേക്ക് ഞാൻ ദിവസം ഒരു 10 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അവരവിടെ എടുത്ത് ചെല്ലും, അവരോടുകൂടി സംസാരിക്കും, അവരോടുകൂടി ഇരിക്കും, അവരോടുകൂടി ചാപ്പലിൽ പോയിട്ട് പ്രാർത്ഥിക്കും. ആരാധനയിലൊക്കെ അവരേനും കൂടിയിട്ട് സഹകരിപ്പിച്ച് പ്രാർത്ഥിക്കാനും പാട്ടുപാടാനും അതിനൊക്കെ അവരേനെ പ്രോത്സാഹിപ്പിക്കും. അവരുടെ ഞാൻ ചിലപ്പോൾ കൃപാസന തൈലം കൈ പിടിച്ചിട്ട് ഞാൻ അവിടെ പോകും. ഇച്ചിരി വേദന വിഷമങ്ങളൊക്കെ പറയുന്നവരുണ്ടെങ്കിൽ അവരെ തൈലം തൊട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ ഒരു ജപമാല ചെല്ലും. കാരണം അങ്ങനെയൊക്കെ ആയിട്ട് ഒരു 3:30 വരെ ആ മക്കളോട് കൂടി ആയിരിക്കും, അവരോട് കൂടി ഭക്ഷണം കഴിച്ചിങ്ങനെ പോരും. പിന്നെ പത്രം എന്ന് പറഞ്ഞാൽ ഞാൻ പത്രം ഇപ്പം ഞാൻ ഹിന്ദിയും തമിഴും മലയാളം കൂടെ മേടിച്ചിട്ടുണ്ട്. കാരണം മലയാളമാണ് ഞാൻ സാധാരണ കൊണ്ടുപോയാൽ ഞങ്ങളുടെ ഇടവകയിലെ ജനങ്ങൾക്ക് കൊടുക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഞാൻ ഹിന്ദുക്കൾക്കും ഈശോനെയും പരിശുദ്ധമ്മനെ അറിയാത്ത വ്യക്തികൾക്കായിട്ട് അത് ഞാൻ കൊടുക്കുക. ചിലപ്പോൾ ബസ്സിൽ യാത്രയിലാവും, അടുത്തുള്ള വ്യക്തിക്ക് പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ ഓട്ടോറിക്ഷയിലാണെങ്കിൽ ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കായി കൂടുതലുള്ളവർക്ക് കൊടുക്കും. അങ്ങനെ പിന്നെ അതുപോലെ തന്നെ ഞാനൊരു മുസ്ലിംസ് ഏരിയയിൽ ജീവിക്കുന്ന ആളാണ്. അപ്പോൾ അവരുടെ വീടുകളിലൊക്കെ പോയിട്ട് ഞാനിത് പറഞ്ഞു കൊടുക്കും. മുസ്ലിംസ് തന്നെ പ്രാർത്ഥിക്കാനായിട്ട് പ്രത്യേകം ഇപ്പോൾ ഒരു നിയോഗം പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാനായിട്ടും അവരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാനായിട്ടും കൃപാസനപ്രവർത്തനം കൊടുക്കാനായിട്ടൊക്കെ ചെയ്യുന്നു. പിന്നെ എൻ്റെ അടുത്ത് വലിയ സാമ്പത്തികമായിട്ടൊന്നും സഹായിക്കാൻ എനിക്ക് കഴിവില്ലെങ്കിലും എന്നാൽ കഴിയുന്ന വിധത്തിൽ മറ്റുള്ളവർക്കൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഞാൻ സഹായിക്കുന്നു. അങ്ങനെ അതാണ് എൻ്റെ കാരുണ്യപ്രവർത്തികളായിട്ടുള്ളത്. ഞാനും 16-12 കർത്താവെ, മരുന്നോ ലേപന ഔഷധവുമല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സൗഖ്യപ്പെടുത്തിയത്. ഇവിടെ ചേച്ചി പറഞ്ഞു 20 വർഷമായിട്ടാണ് ഹസ്ബൻഡ് വെരിക്കോസിൻ്റെ വേദന അനുഭവിച്ചത്. മുറിവിനെക്കുറിച്ച് പറഞ്ഞത് 4 ഇഞ്ച് നീളം 1 ഇഞ്ച് ആഴം. മരുന്നുകളെല്ലാം ഉപയോഗിച്ച് ഇനി ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. ആ സ്ഥലത്താണ് ഇവിടെ നിന്ന് ലഭിച്ച കൃപാസനത്തിൽ ലഭിച്ച വെഞ്ചരിച്ച ഉപ്പ് ഈശോയുടെ നാമത്തിൽ ഉപ്പും തൈലവുമായിട്ട് 1 മണിക്കൂർ സമയം വെച്ച് പ്രാർത്ഥിക്കുന്നത്. അതോടുകൂടി ആ മുറിവ് ഉണങ്ങിപ്പോവുകയാണ്. ഈശോ തുപ്പലുകൊണ്ട് ചെളിയുണ്ടാക്കി ഒരു അന്ധൻ്റെ കണ്ണിൽ പുരട്ടിയിട്ട് കഴുകാൻ അവന് കാഴ്ച ലഭിച്ചതുപോലെയാണ് ഈ ഒരു സാക്ഷ്യവും. ഉടമ്പടിയിൽ ലഭിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച സമയത്ത് 20 വർഷമായിട്ട് ഉണങ്ങാതിരുന്ന മുറിവ് ഉണങ്ങിപ്പോവുകയാണ്. അതേപോലെ ചേച്ചിയുടെ തലയിലുണ്ടായിരുന്ന വെള്ളപ്പൊടി പോലെയുള്ളത് മാറുന്നത്. അതിവിടെ അച്ഛൻ അൾത്താരിൽ നിന്നാണ് സന്ദേശം പറയുന്നത്. ചേച്ചി വീട്ടിൽ നിന്നാണ് ആരാധന കൂടുന്നത്. നമ്മളോട് ഡെയിലി ബ്രെഡ് കൃത്യമായി കൂടണമെന്നും ആരാധനയിൽ പങ്കെടുക്കണമെന്നൊക്കെ പറയുന്നത്. നമ്മൾ ഈ ആരാധനയൊക്കെ കൂടി ഹൃദയത്തിലേക്ക് വ്യത്യാസം വന്ന് അനുതാപത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ ദൈവം നമ്മുടെ ലൈഫിൽ ഇടപെടുവാൻ തക്ക വിധം നമ്മൾ മാറിത്തീരും എന്നുള്ളത് കൊണ്ടാണ്. പരിശുദ്ധ അമ്മയിലൂടെ ദൈവം ഈ കുടുംബത്തിന് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൈയടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. അമ്മയ്ക്കും ദിവ്യകുമാരനും 1000 നന്ദി. എൻ്റെ പേര് അഞ്ജു പൗലോസ്. ഞാൻ അങ്കമാലിയിൽ അടുത്തുള്ള അയ്യമ്പുഴയിൽ നിന്നാണ് വരുന്നത്. ഞാനൊരു നേഴ്സാണ്. നേഴ്സിംഗ് പഠിത്തം കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു വലിയൊരു സ്വപ്നമായിരുന്നു എനിക്ക് പുറത്ത് പോയി ജോലി ചെയ്ത് എൻ്റെ കുടുംബത്തെ സംരക്ഷിക്കണം എന്നുള്ളത്. എൻ്റെ പപ്പ ഒരു കൃഷിക്കാരനാണ്. അപ്പോൾ എല്ലാവരെയും പോലെ തന്നെ ഞാൻ നേഴ്സിംഗ് പഠിത്തം കഴിഞ്ഞു. ഞാൻ OET ഒക്കെ പഠിച്ചു. ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ എനിക്ക് OET ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാൻ OET പഠിച്ചു. അപ്പോൾ ഞാൻ ആദ്യത്തെ എക്സാം എഴുതി.
എക്സാം ഞാൻ വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് എഴുതി. പക്ഷേ ആദ്യത്തെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ ഒരു മൊഡ്യൂളിന് എൻ്റെ പോയി. എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സങ്കടം വന്ന് ഒരുപാട് ഡൗൺ ആവും. അപ്പോൾ എൻ്റെ ആൻറ്റിയും എൻ്റെ മമ്മിയും ഭയങ്കര പരിശുദ്ധ അമ്മയുടെ വലിയ ഭക്തിയാണ്. അപ്പോൾ ആൻറ്റി പറഞ്ഞു, മോൾ പേടിക്കണ്ട, നമുക്ക് ഇനി എഴുതാലോ, ഞാൻ ആൻറ്റി കൃപാസനത്തിൽ വരാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, നീ ഒരു ഡേറ്റും കൂടെ എടുക്കുക, എന്നിട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് എഴുതി നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കൂടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അവൾക്കും ഒരു മൊഡ്യൂളിന് പോയിരുന്നു. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചൊന്ന് എഴുതാമെന്ന് വിചാരിച്ചു. ഞാൻ ഒരു തവണയും കൂടി എഴുതി. അപ്പോഴും റിസൾട്ട് വന്നപ്പോൾ ഞാൻ ഒരു മൊഡ്യൂളിന് പോയി. എനിക്ക് ആകെ സങ്കടമായി, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പോൾ ആൻറ്റി പറഞ്ഞു, അന്ന് നീ എൻ്റെ കൂടെ ഒന്ന് കൃപാസനത്തിൽ വാ. എനിക്കങ്ങനെ അറിയില്ല, കൃപാസന മാതാവിനെ പറ്റി കേട്ടിട്ടുണ്ടെങ്കിലും എനിക്കങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അറിയില്ലായിരുന്നു. അപ്പോൾ നീ എൻ്റെ കൂടെ ഒന്ന് വാ, അൽത്താരയിൽ വന്ന് ഒന്ന് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാനൊരു ദിവസം ഒരു ഞായറാഴ്ച ഞാൻ ഈ അൽത്താരയിൽ മുമ്പിൽ വന്നിരുന്ന് അമ്മയുടെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കും, അമ്മേ എനിക്ക് പരീക്ഷ പാസ്സാക്കി തരണം, എൻ്റെ വലിയൊരു സ്വപ്നമല്ലേ, എൻ്റെ കുടുംബത്തെ എനിക്ക് നോക്കണ്ടേ എന്ന് പറഞ്ഞ് ഒരുപാട് പ്രാർത്ഥിച്ചു. എന്നിട്ട് പക്ഷേ ഉടമ്പടി എടുത്തില്ല. ഞാൻ ആൻറ്റിയോട് പറഞ്ഞു, വേണ്ട ഉടമ്പടി എടുക്കണ്ട, പ്രാർത്ഥിച്ചിട്ടില്ലേ, നമുക്ക് മാതാവ് ഏറ്റെടുത്തോളൂ എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചു പോയി. അന്നൊക്കെ ഞാൻ പ്രാർത്ഥിച്ചു. അപ്പം ഞാൻ എക്സാം, എൻ്റെ കൂട്ടുകാരിക്ക് അപ്പോൾ ഒരു ഇൻ്റർവ്യൂ വന്നു UK നിന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, എടി നീ ഒരു തവണ കൂടെ എഴുതുക, അപ്പം നമുക്ക് ഒരുമിച്ച് പോവാം, അവളുടെ ചേച്ചി അവിടെയുണ്ട്. അപ്പോൾ അവൾ പറഞ്ഞു, ആടി ഞാനന്ന് ഒന്നും കൂടെ എഴുതാമെന്ന് പറഞ്ഞു. പക്ഷെ ഉടമ്പടി എടുക്കാതെ ഞാൻ ഒരു തവണയും കൂടെ എഴുതി. അപ്പോഴും സെയിം മൊഡ്യൂളിന് തന്നെ ഞാൻ പിന്നെയും പോയി. ഭയങ്കര സങ്കടമായിപ്പോയി, വളരെയേറെ തകർന്നു പോയി. അപ്പോൾ ആൻറ്റി പറഞ്ഞു, ഇനി ഒന്നും നോക്കണ്ട, നമുക്ക് കൃപാസനത്തിൽ വരാം, വന്ന് ഉടമ്പടി നീ എന്തായാലും എടുക്കണം, ആൻറ്റിയും വരാം, ആൻറ്റി പറഞ്ഞു തരാം, കൂടെ ഇരിക്കാം, മമ്മീനെയും കൂട്ടി. എൻ്റെ മമ്മി ഒരുപാട് വിഷമിക്കണം ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനാണെങ്കിൽ രാത്രി ഇന്ന് കരച്ചിലൊക്കെ ആയിരുന്നു. ഇവിടെ വന്നു, ഉടമ്പടി എടുത്തു, കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഞാൻ കൃത്യമായി എല്ലാം രാവിലെ 5:30 എണീക്കും, പ്രാർത്ഥിക്കും. എൻ്റെ OETയുടെ ഓരോ മൊഡ്യൂളും ഞാൻ മാതാവിൻ്റെ ബുക്കിൻ്റെ ഉള്ളിൽ വെക്കും. ഒരു മാതാവിനെ ഒരു കത്ത് എഴുതും, മാതാവ് ഈ പ്രാവശ്യം എന്നെ വിജയിപ്പിക്കണം കേട്ടോ, ഇനി ഞാൻ എഴുതില്ല, ഇനി എനിക്ക് പറ്റില്ല എഴുതാൻ, എൻ്റെ പപ്പയുടെ കയ്യിൽ കാശില്ല, ഇനി എന്നെക്കൊണ്ട് പറ്റില്ല, ഞാൻ ഇത് കഴിഞ്ഞ് കിട്ടിയില്ലെങ്കിൽ ഞാൻ ജോലിക്ക് കയറും, ഞാൻ വെറുതെ ഇങ്ങനെ ആയിപ്പോകുമെന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ എക്സാം ഹോളിൽ വന്നു. ഞാൻ ഒറ്റയ്ക്ക്, എൻ്റെ കൂട്ടിന് ആരുമില്ല, ഞാൻ ആകെ തന്നെ വന്ന് പരീക്ഷ എഴുതി. മാതാവിനോട് ചോദിച്ചിട്ട് ഞാനൊരു ഡേറ്റ് എടുത്തിട്ട് ഹോളിൽ ചെന്നപ്പോൾ ആകെ പേടി, വിറയൽ. പക്ഷേ എൻ്റെ കയ്യിൽ മാതാവിൻ്റെ കാശുരൂപം, ഉപ്പ്, അതുപോലെ തന്നെ തൈലം തന്നിരുന്നു. ഞാൻ വീട്ടിൽ നിന്ന് രാവിലെ തന്നെ പ്രാർത്ഥിച്ച് തൈലം പുരട്ടി. കയ്യിൽ ഞാൻ ഉപ്പ് കേടാൻ പറ്റില്ലല്ലോ, അപ്പം ഞാൻ കയ്യിലൊക്കെ ഇങ്ങനെ ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലിക്കയറുന്നതിന് മുമ്പ് ആ ഹോളിൻ്റെ അവിടെ ചെറിയ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു, എന്നെ വിജയിപ്പിക്കണം, എൻ്റെ കൂടെ വരണം, സഞ്ചാരി മാതാവല്ലേ കൂടെ വരണം എന്ന് പറഞ്ഞ് അമ്മേനെയും കൂട്ടിക്കൊണ്ട് പോയി ഞാൻ പരീക്ഷ എഴുതി. റീഡിങ് എനിക്ക് ഭയങ്കര പാട്, ലിസണിങ് കേൾക്കാൻ പറ്റണില്ല, ഭയങ്കര സങ്കടമായിപ്പോയി. എന്നിട്ട് ഞാനത് എഴുതി. പക്ഷെ സ്പീക്കിംഗ് എനിക്ക് ഭയങ്കര അമ്മ പറഞ്ഞു തരും പോലെ എനിക്ക് തോന്നി. സ്പീക്കിംഗ് എനിക്ക് എളുപ്പമായിരുന്നു. ഞാൻ ഓരോ മൊഡ്യൂൾ കഴിയുമ്പോഴും വിശ്വാസ പ്രമാണവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചെല്ലും. അത് കഴിഞ്ഞ് ഞാൻ എഴുതി വന്നു. അപ്പോഴും ബൈബിളൊക്കെ വായിച്ച് ഞാൻ സമർപ്പിച്ച് എന്നെ പോലെ ആ ഹോളിലുള്ള എല്ലാ മക്കൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അതിന് റിസൾട്ട് വന്നപ്പോൾ എൻ്റെ റിസൾട്ട് മാത്രം അവർ പബ്ലിഷ് ചെയ്തില്ല, അത് വിത്ത് ഹോൾഡ് ചെയ്ത് വെച്ചേക്കാം. ആകെ സങ്കടമായിപ്പോയി. അമ്മ എനിക്ക് തന്ന സമ്മാനം എന്താണെന്ന് അറിയാൻ പോലും എനിക്ക് പറ്റണില്ലല്ലോ അമ്മയെന്ന് വിചാരിച്ച് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു, എന്താ അമ്മയെ വിത്ത് ഹോൾഡ് ചെയ്ത്. അപ്പം ഞാൻ അറിയാവുന്നവരോടൊക്കെ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, അത് ചിലപ്പോൾ അങ്ങനെ വിത്ത് ഹോൾഡ് ചെയ്യും, ചിലപ്പോൾ തോറ്റുകൊണ്ടായിരിക്കും വിത്ത് ഹോൾഡ് ചെയ്തെന്നൊക്കെ പറഞ്ഞു. ഞാൻ ആകെ ഡൗൺ ആയിപ്പോയി. പക്ഷേ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ഞാൻ ഉടമ്പടി എടുത്തല്ല, അങ്ങനെ എന്നെ തോൽപ്പിക്കുമോ എന്നൊരു ചിന്ത എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കുട്ടികളുടെ ഞാനിങ്ങനെ കുറേ ഗ്രൂപ്പിലൊക്കെ ചോദിച്ചപ്പോൾ അവർ 2-3 പേരുടെ അങ്ങനെ വിത്ത് ഹോൾഡ് ചെയ്തിട്ടുണ്ട്. 2-3 ദിവസം കഴിയുമ്പോൾ അവരുടെ റിസൾട്ട് ഒന്നും എൻ്റെയും വന്നിട്ടില്ല. അപ്പോൾ ആകെ സങ്കടമായിപ്പോയി. അതിന് ഞാൻ ഡ്യൂട്ടിക്ക് പോയി. ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് എനിക്കൊരു മെയിൽ വന്നു. എനിക്കത് പെട്ടെന്ന് ഭയങ്കര സന്തോഷമായി. മെയിൽ വന്നു. ഞാൻ മാതാവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഒരു റൂമിൽ പോയി, ഞാനൊന്ന് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അവിടെ ചെന്ന് മുട്ടുകുത്തി കൈവിരിച്ച് കാശുരൂപം സമർപ്പിച്ച് മെയിലിൽ വെച്ച് ഞാൻ മെയിൽ തുറന്നു. അമ്മ എനിക്ക് അയർലൻഡ് സ്കോർ തന്നു. എനിക്ക് ഒരുപാട് സന്തോഷമായി. എൻ്റെ പപ്പയും മമ്മിയുടെ ഒക്കെ സന്തോഷം എനിക്കപ്പോൾ ഭയങ്കര ഒരു ഇതായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയൊരു അനുഗ്രഹം. അപ്പോഴാണ് അടുത്തൊരു പ്രശ്നം വന്നത്, റിക്രൂട്ട്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്തു, ആരെയും എടുക്കണില്ല. അപ്പോഴും എൻ്റെ മൈൻഡിൽ ഞാൻ എൻ്റേതായ രീതിയിൽ അപ്പോൾ എല്ലാം സ്വപ്നങ്ങളും ഉണ്ട്. ഞാൻ മാതാവിനെ പ്രാർത്ഥിച്ചു, എന്താ അമ്മ ഞാൻ എത്ര കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് റിക്രൂട്ട്മെൻറ്റ് ഇല്ലല്ലോ എന്ന് ഞാൻ ഇങ്ങനെ മാതാവിനോട് ഇടയ്ക്കിടയ്ക്ക് പറയും. അപ്പോൾ പപ്പയുടെ ഒരു കൂട്ടുകാരൻ അയർലൻഡ് കാര്യങ്ങൾ നടത്തുന്നുണ്ട്. അപ്പം ആ ചേട്ടൻ പറഞ്ഞു, നീ വിസ ഏജൻസിയിലൊന്ന് കൊടുത്തു നോക്കുക, അവിടെ പിള്ളേരെ എടുക്കുന്നുണ്ട്, നീ ഒന്ന് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ പപ്പ എന്നോട് പറഞ്ഞപ്പോൾ പപ്പ അയർലൻഡിന് ഇനിയും കാശാവില്ലേ, വേണ്ട പപ്പ ഞാനിപ്പോൾ കുഴപ്പമില്ല, ഞാൻ നാട്ടിൽ വല്ല സൗദിയൊക്കെ പൊക്കോളാന്ന് പറഞ്ഞു. പക്ഷെ പപ്പ സമ്മതിച്ച്, കാശ് നോക്കണ്ട, നീ പൊക്കോ, എത്ര വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാമല്ലോ എന്ന് പറഞ്ഞു.
അങ്ങനെ അവിടെ കൊടുത്തപ്പോഴും ആ വിസ്ത ഏജൻസിക്ക് കാശ് കൊടുക്കണം ആ ദിവസവും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, എൻ്റെ കയ്യിലുള്ളതെല്ലാം നുള്ളി പറിക്കാൻ ഞാൻ തരണേ. ഇനി എൻ്റെ കയ്യിൽ അങ്ങനെ പപ്പനോട് എപ്പോഴും ചോദിക്കാൻ പറ്റില്ല. പപ്പ ഒരു കർഷകനാണ്, രാപ്പകലില്ലാതെ കഷ്ടപ്പെടുക, എപ്പോഴും ചോദിക്കാൻ പറ്റില്ല. ഒരു വഴി എനിക്കിവിടെ തുറന്നു തരണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ ഉറപ്പൊന്നും പറഞ്ഞില്ല. എന്നെ പോലെ തന്നെ എന്തോരം കെട്ടിക്കിടക്കുന്ന കുറേ പിള്ളേരും ഉണ്ട്. അതിൻ്റെ ഇടയിൽ നിന്ന് അമ്മ എന്നെ സെലക്ട് ചെയ്യണേന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ ഒരു ദിവസം എനിക്കൊരു വിളി വന്നു, ഒരു ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് അയർലൻഡിലോട്ട്, സ്ക്രീനിങ് ഉണ്ട്, മോള് വരുമോ പേപ്പർ അയക്കുമോയെന്ന് വെച്ചു. അപ്പം ഞാൻ മാതാവിന് നന്ദി പറഞ്ഞുകൊണ്ട് എനിക്ക് അപ്പം ഉണ്ടായ സന്തോഷം എനിക്കറിയില്ല. ഞാൻ എന്നിട്ട് അയച്ചു. അവരെന്നെ സ്ക്രീനിങ് ടെസ്റ്റിലും ഞാൻ മാതാവിൻ്റെ കാശിരൂപം വെച്ചുകൊണ്ട് തന്നെ അറ്റൻഡ് ചെയ്തു. സ്ക്രീനിങ് ടെസ്റ്റിൽ എന്നെ പാസ്സാക്കി തന്നു. അത് കഴിഞ്ഞ് മെയിൻ ഇൻ്റർവ്യൂ ഹോട്ടൽ മെറിറ്റിൽ വെച്ച്. എനിക്കറിയില്ല, ഞാൻ ഭയങ്കര ടെൻഷനുള്ള കുട്ടിയായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എല്ലാവരും വെൽ ഡ്രസ്ഡ്, പ്രിപ്പയർ ചെയ്യുന്നു. ഞാനാണെങ്കിൽ അത്ര വെൽ ഡ്രസ്ഡ് ഒന്നും ആയിരുന്നില്ല. ഞാൻ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുമ്പം ഞാൻ പ്രത്യക്ഷീകരണ ബുക്ക് ഇരുന്ന് വായിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് നീ വായിച്ച് നോക്കുക, എന്തെങ്കിലും പഠിക്കുക. അപ്പം നമുക്ക് അവരിങ്ങനെ ക്വസ്റ്റ്യൻസ് ഇറങ്ങി വന്ന പിള്ളേരൊക്കെ ക്വസ്റ്റ്യൻസ് പറഞ്ഞല്ലോ. അപ്പോൾ അതൊക്കെ നമ്മൾ വേണ്ട, എനിക്ക് പ്രത്യക്ഷീകരണ പ്രാർത്ഥന എൻ്റെ അമ്മ എന്നെ രക്ഷിച്ചോളൂ എന്ന് ഞാൻ അവരോട് പറയുമായിരുന്നു. അപ്പോൾ എനിക്ക് രാവിലെ ഇറങ്ങിയ എല്ലാ പിള്ളേരും ഇൻ്റർവ്യൂവിന് ഫെയിലായി എന്ന് പറഞ്ഞ് അവിടെ ഉള്ളൊരു ഷൗട്ട് ചെയ്യാൻ തുടങ്ങി. നിങ്ങൾ എന്താണ് ഒന്ന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാതെയാണ് പറയണേ. അപ്പോൾ ഉച്ച കഴിഞ്ഞ് ആദ്യത്തെ സ്ലോട്ട് എൻ്റെയാണ്. അപ്പോൾ എനിക്ക് ആകെ ടെൻഷനായി. അപ്പോൾ അവർ പറഞ്ഞു എന്നാൽ അവർ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് വരട്ടെ, അപ്പോഴും അത് കഴിഞ്ഞിട്ട് നീ കയറിക്കോളാൻ പറഞ്ഞു. ഞാൻ ടെൻഷൻ അടിച്ച് പ്രാർത്ഥിച്ച് കയറി. എൻ്റെ കയ്യിൽ കാശുരൂപം വെച്ച് ഞാൻ മാധവനോട് പ്രാർത്ഥിച്ചു, അമ്മ എനിക്ക് ഇൻ്റർവ്യൂ ചെയ്ത് തന്നാൽ മതി, വേറെ ആരും വേണ്ട, എനിക്ക് അവർ പറയുന്ന ലാംഗ്വേജ് ഒന്നും മനസ്സിലായില്ലെങ്കിലും അമ്മ എൻ്റെ ഇൻ്റർവ്യൂ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. എൻ്റെ ചില ആൻസറുകളൊന്നും അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു മാഡം എൻ്റെ ആൻസർ കേട്ടിട്ട് തിരിഞ്ഞിരുന്നു, ആ കസേരയും കൊണ്ട് തിരിഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ദൈവമേ എന്താ. പക്ഷെ ഞാൻ അവിടെ കാശുരൂപം എൻ്റെ കയ്യിലൊരു ഇച്ചിരി ഉപ്പും ഞാൻ അവിടെ വിതറിയിട്ട് പോയി. വീട്ടിൽ വന്നിരുന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ കുടുംബം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ 2 ദിവസം കഴിഞ്ഞൊരു മെയിൽ വന്നു, ഞാൻ പാസ്സായി, എനിക്ക് ഇൻ്റർവ്യൂ കിട്ടി. അത് എനിക്ക് എക്സാം ഫീസ് പോലും അടയ്ക്കേണ്ട വന്നില്ല, അതെല്ലാം അവർ തന്നെ എടുക്കണേ. പിന്നെ അതിന് വേണ്ടി ഞാൻ മാതാവിനോട് 1000 നന്ദി പറഞ്ഞു. അത് കഴിഞ്ഞു. ഓക്കെ, ഞാനായിട്ട് ഡ്യൂട്ടിക്ക് കയറി. പിന്നെ എല്ലാം നോർമലായിട്ട് തന്നെ പോയി. പിന്നെ എനിക്കൊരു പോകേണ്ട സമയമായപ്പോൾ DL പുതുക്കാൻ വേണ്ടി പറഞ്ഞു. ഞാൻ DLന് വെച്ചു. DLന് വെച്ചപ്പോൾ എനിക്ക് 2 പ്രാവശ്യം റിജക്ഷൻ വന്നു ഒരു പേപ്പറിൻ്റെ കാര്യത്തിന്. അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് പോകാനുള്ള പ്രോസസ്സിങ് തുടങ്ങും, എത്രയും പെട്ടെന്ന് DL വെക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു ഇത്ര വരെ എത്തിയില്ല, ഇനി എന്നെ സഹായിക്കണം, മാതാവ് കൈവിടരുത്, എനിക്ക് വേറെ വഴിയില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ 3ാമത് വെച്ചപ്പോൾ അമ്മ എനിക്കത് അക്സെപ്റ്റ് ചെയ്ത് തന്നു. ഞാൻ വിസയ്ക്ക് വെച്ചു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു ഞാൻ വെക്കുക കേട്ടോ, അമ്മ തന്ന സമ്മാനമാണ്, ഞാൻ വെക്കുക എന്ന് പറഞ്ഞ് അമ്മയോട് വിസയ്ക്ക് വെച്ചു. അതെന്നെ ലാസ്റ്റ് 2-3 ദിവസമായപ്പോൾ പിന്നെ എനിക്കൊരു മെയിൽ വന്നു, എൻ്റെ എക്സാം ഡേറ്റ് എനിക്ക് എടുക്കാൻ പറ്റണില്ല എന്ന്. ഞാൻ ആകെ തകർന്നു പോയി. എല്ലാം ചെയ്തു, അവസാന നിമിഷം എന്നെ പരീക്ഷിക്കരുതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ മാതാവിനോട് വിളിച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഒന്നും കൂടെ എൻ്റെ DL ഞാൻ അവർക്ക് അയച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ഓക്കെ എക്സാം ഡേറ്റ് എടുത്തോളാൻ പറഞ്ഞു. എന്നിട്ട് ഞാനിപ്പോൾ ജാനുവരി 19-ാം തീയതി എൻ്റെ സ്വപ്ന നാടായ അയർലൻഡിലോട്ട് പോവുക. എൻ്റെ കുടുംബത്തിനെ സംരക്ഷിക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറച്ച് വിശ്വാസമുണ്ട്. ജാനുവരി 24-25 എൻ്റെ പരീക്ഷയാണ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ. അമ്മ എന്നെ കൈവിടില്ല എന്ന് തന്നെ എനിക്ക് ഉറപ്പുണ്ട്. അത് എത്ര ബുദ്ധിമുട്ടുള്ള പരീക്ഷയായാലും അമ്മ എന്നെ വിജയിപ്പിക്കും. ഞാൻ കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഞാനൊരു നേഴ്സാണ്. അപ്പം ഹോസ്പിറ്റലുകളിൽ രോഗികൾക്ക്, അതായത് ഞാൻ ലിവർ ട്രാൻസ്പ്ലാന്റിൻ്റെ വാർഡിലാണ് നിന്നിരുന്നത്. അപ്പോൾ സർജറിക്ക് പോകും മുമ്പ് രോഗികളുടെ ആ ഒരു വേദന, അതായത് എത്രത്തോളം സക്സസ് ആവും എന്നുള്ള അവരുടെ നിരാശയും കുടുംബത്തിൻ്റെ നിരാശ മുഴുവൻ ഞാൻ കാണാറുണ്ട്. അപ്പം ഞാൻ അമ്മയോട് പറയും അമ്മ ഒന്ന് കൂടെ പോകണം, ആ കുടുംബത്തെ അമ്മ രക്ഷിക്കണം എന്ന് അമ്മയോട് പറയാറുണ്ട്. അങ്ങനെ രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ തന്നെ വീടിൻ്റെ അടുത്തുള്ള രോഗികളെ സന്ദർശിക്കും. ഇപ്പോൾ ഒരു ആംബുലൻസ് പോയാൽ പോലും ഞാൻ പറയും സഞ്ചാരി മാതാവേ അമ്മ ഒന്ന് കൂടെ പോകണം കേട്ടോ, ചിലപ്പോൾ ആ കുടുംബത്തിൻ്റെ പ്രതീക്ഷയായിരിക്കും ആ വണ്ടിയിലുള്ളത്, അമ്മ കൂടെ പോകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാർ, എനിക്കറിയാം എൻ്റെ പ്രായത്തിലുള്ള എല്ലാവരും പുറത്തോട്ട് പോകാൻ പറ്റാതെ കഷ്ടപ്പെടുക. അപ്പം ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറയും ഞാനിങ്ങനെ കൃപാസനത്തിൽ വന്നിട്ട് എനിക്ക് അങ്ങനെ അനുഗ്രഹം തന്നതാ, നീ ഒന്ന് പോയി പ്രാർത്ഥിക്കുന്നു പറഞ്ഞു. ഒരു ഹിന്ദുവായ എൻ്റെ ഒരു കൂട്ടുകാരി ഐശ്വര്യ എന്ന് പറഞ്ഞവൾ ഹിന്ദുവാണ്. അവൾ ഞാനിങ്ങനെ എടുത്തിട്ട് ആടി എനിക്ക് ഒഴിച്ച് കിട്ടിയത്, എനിക്ക് ഇൻ്റർവ്യൂ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ അവളും ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. അതൊക്കെ എന്നെ സംബന്ധിച്ചോളം വലിയൊരു കാര്യം തന്നെയാണ്. ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ കുടുംബത്തിൽ എൻ്റെ എവിടെ ഞാൻ പോയിട്ടുണ്ടെങ്കിലും ഈ കാശുരൂപം കൊന്തയില്ലാതെ ഞാൻ പോവാറില്ല. അമ്മയോട് പറഞ്ഞിട്ടാണ് പോണത്, പേടി മാറ്റിത്തരണം, എൻ്റെ കൂടെ അമ്മയുള്ളൂ, എൻ്റെ കുടുംബത്തെ രക്ഷിക്കണം, അവിടെ ചെന്നിട്ട് ഒരു നല്ല കാലാവസ്ഥ തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എനിക്ക് നൽകിയ ഓരോ അനുഗ്രഹങ്ങൾക്കും, അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, എല്ലാ അനുഗ്രഹങ്ങൾക്കും 1000 നന്ദി. ഞാൻ പിന്നെ പള്ളിയിൽ പോയി ഞായറാഴ്ച പറ്റുമ്പോൾ, ഇപ്പം നൈറ്റാണെങ്കിൽ ചിലപ്പോൾ പോകാൻ പറ്റാറില്ലെങ്കിലും ഞായറാഴ്ചകളിലും ബുധനാഴ്ചകളിലൊക്കെ പള്ളിയിൽ പോകും.
കുമ്പസാരിക്കും, പത്രങ്ങൾ കൊടുക്കും, അങ്ങനത്തെ കാരുണ്യ പ്രവർത്തികളും ചെയ്യും. ഇപ്പം പള്ളി പോവാതിരിക്കുന്നവരൊക്കെ കാണുമ്പോൾ ഞാൻ പറയും പ്രാർത്ഥിക്കും, മാതാവിൻ്റെ അനുഗ്രഹം വലുതാ എന്നൊക്കെ ഞാൻ പറയാറുണ്ട്. യേശുവും പരിശുദ്ധ അമ്മയും തന്ന ഓരോ അനുഗ്രഹങ്ങൾക്ക് 1000 നന്ദി. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 32 അധ്യായം 40 തിരുവചനം. ഞാൻ അവരുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും. അവർക്ക് നന്മ ചെയ്യുന്നതിൽ നിന്ന് ഞാൻ പിന്തിരിയുകയില്ല. അവർ എന്നിൽ നിന്ന് പിന്തിരിയാതിരിക്കാൻ എന്നോടുള്ള ഭക്തി ഞാൻ അവരുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കും. അഞ്ജു പൗലോസ് എന്ന ഈ മകൾ, സമയച്ചുരുക്കത്തിൻ്റെ അമ്മ, മകളുടെ ജീവിതത്തിൽ ഉണ്ടായ സങ്കടവും വലിയ ടെൻഷനും എടുത്തു മാറ്റി ഒരു വലിയ അയർലൻഡ് സ്കോർ വിജയം നൽകിയ ഒരു സാക്ഷ്യത്തെക്കുറിച്ചാണ്, നന്ദി പ്രകാശനമാണ് ഈ അൾത്താരയിൽ ഇപ്പോൾ കാഴ്ചവെച്ചത്. നഴ്സിംഗ് പാസ്സായതിന് ശേഷം OET പല പ്രാവശ്യം ട്രൈ ചെയ്തു. തോൽവിയിലേക്ക് പൂത്തുമ്പോൾ ഈ മകൾ വളരെ സ്നേഹത്തോടുകൂടി, വളരെ സങ്കടത്തോടുകൂടി പരിശുദ്ധ അമ്മയെ ഒരു പേടിപ്പിച്ച പ്രാർത്ഥനയായിരുന്നു. ഇനി ഞാനിത് ജയിച്ചില്ലെങ്കിൽ ഞാനിനി നേരിട്ട് ഇവിടെ തന്നെ നേഴ്സായിട്ട് ജോലി ചെയ്യാൻ പോവുകയാണ്. നീ തന്നെ എനിക്കിപ്പോൾ ഈ ജോലി തന്നില്ലെങ്കിൽ നമ്മൾ തമ്മിൽ പിണങ്ങുമെന്നുള്ള ഒരു വലിയ ഇൻറ്റിമസിയോടുകൂടിയുള്ള ഒരു വാക്കുതർക്കത്തോടു കൂടിയാണ് പരിശുദ്ധ അമ്മയിൽ നിന്ന് കൂടുതൽ സ്നേഹത്തോടെ ഈ ഉടമ്പടി പ്രാർത്ഥനയിലേക്ക് മകൾ പ്രവേശിക്കുന്നത്. ഉടമ്പടി എടുത്ത് OET പരീക്ഷകൾ, നേർച്ച വസ്തുക്കളെല്ലാം കൃത്യമായി ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ വളരെ പെട്ടെന്നാണ് അഞ്ജുവിനെ വലിയ ഒരു വിജയം നൽകി അനുഗ്രഹിച്ചത്. അഞ്ജു നമ്മോട് ഇൻ്റർവ്യൂ സമയത്തുണ്ടായ വലിയ സ്ട്രഗിളിനെ കുറിച്ചെല്ലാം നമ്മോട് വിവരിക്കുകയുണ്ടായി. എത്ര തന്നെ നമുക്ക് സാധ്യമല്ലാത്ത എല്ലാ കാര്യങ്ങളുമാണ് നമ്മുടെ നിയോഗങ്ങളിൽ 6 ഒഴിഞ്ഞ കൽഭരണികളിൽ നമ്മൾ നിക്ഷേപിച്ച് വെള്ളം നിറച്ച് വയ്ക്കുന്നത്. ആ വെള്ളത്തെ വീഞ്ഞാക്കി രൂപാന്തരപ്പെടുത്തുന്ന ഈശോയുടെ ഒരു മഹാ അത്ഭുതങ്ങളാണ് എപ്പോഴും ഈ അൾത്താരയിൽ പ്രത്യക്ഷീകരണ സാക്ഷ്യമായി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ മക്കളെ ഏറ്റുപറയുന്നത്. അഞ്ജുവിനുണ്ടായതും അത് തന്നെയാണ്. തൻ്റെ പപ്പ ഒരു കൃഷിക്കാരനാണ്, വളരെ കഷ്ടപ്പെടുന്ന കുടുംബത്തിന് എനിക്കൊരു വലിയ താങ്ങായി നിൽക്കണം, അതിനുവേണ്ടിയുള്ള ഒരു വലിയ പ്രാർത്ഥന, ഒരു ആസ്തി മുന്നോട്ട് വെച്ചിട്ടാണ് പ്രാർത്ഥനയിലൂടെയും പ്രാർത്ഥിച്ചുള്ള പ്രവർത്തനത്തിലൂടെയും ഒരു ആസ്തി നേടിയെടുത്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ ദിവ്യബലി സമയങ്ങളിലെല്ലാം ഈ മകൾ കാഴ്ചവെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അഞ്ജു സാധിച്ചെടുത്ത ഒരു വലിയ പ്രാർത്ഥനാ രീതി, ഓരോ നെടുവീർപ്പും ഓരോ രോഗികളുടെയും വേദനകളെ എല്ലാം ഏറ്റെടുക്കാനുള്ള ഒരു വലിയ ഈ കൃപകൾ ഈ മകൾക്ക് ലഭിച്ചുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. അഞ്ജു പറയുകയുണ്ടായി, ഞാൻ ഒരു ആംബുലൻസിൻ്റെ സ്വരം കേൾക്കുമ്പോൾ ആ വണ്ടിയിൽ വളരെ അത്യാപത്തായി കിടക്കുന്നത് ഒരു കുടുംബത്തിൻ്റെ വലിയ താങ്ങാണ്, ഒരു വലിയ കുടുംബനാഥനായിരിക്കാം, അവരെ രക്ഷിക്കണമേ. ഓരോ സ്വരങ്ങളും മറ്റുള്ളവരുടെ കണ്ണുനീരിനെയും സങ്കടത്തെയും മനസ്സിലാക്കാനുള്ള വിധം ഈശോ അഞ്ജുവിനെ ഉയർത്തിയെന്നാണ് ഈ ഉടമ്പടി ജീവിതത്തിലൂടെ അഞ്ജു പഠിച്ചെടുത്തതും പ്രാപിച്ചതുമായ ഒരു വലിയ കൃപ. അതുപോലെ തന്നെ നമുക്ക് ഓർത്തെടുക്കേണ്ട ഒരു വലിയ ഉത്തരവാദിത്വമാണ് നമുക്ക് വിസ കിട്ടുന്നതും അല്ലെങ്കിൽ നമുക്ക് ജോലി ലഭിക്കുന്നതെല്ലാം പരിശുദ്ധ അമ്മ ഈശോയിൽ നമുക്ക് ഉടമ്പടി എടുത്ത് ഉടനെ നൽകുന്ന ഒരു ഇൻസെൻറ്റീവ് ഗിഫ്റ്റാണ്. പക്ഷേ ഇവിടെ നിന്ന് ചില മക്കളെല്ലാം പുറത്തേക്ക് പോയി കഴിയുമ്പോൾ അതിനെല്ലാം മറന്ന് അല്പം ഉഴപ്പി അത് കഴിഞ്ഞ് വീണ്ടും ഒരു പ്രശ്നത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് ഞാൻ ഉടമ്പടിയിലായിരുന്നല്ലോ എന്നോർത്തെടുക്കുന്നത്. പക്ഷേ അഞ്ജുവിൻ്റെ തീരുമാനം വളരെ മറിച്ചാണ്. ഞാൻ എവിടെയായിരുന്നാലും എന്നെ പരിശുദ്ധ അമ്മ ഇത്രത്തോളം എന്നെ വഴി നടത്തിയ അമ്മ എൻ്റെ കൂടെ സഞ്ചരിക്കും, എൻ്റെ ഹോസ്പിറ്റൽ വാർഡുകളിലേക്ക് കടന്നു വരും, എല്ലാ കുടുംബങ്ങളെയും എല്ലാ സങ്കടപ്പെടുന്നവരെയും ആശ്വസിപ്പിക്കും, എൻ്റെ പ്രാർത്ഥനകൾ ഞാൻ തുടർന്നുകൊണ്ടിരിക്കുമെന്ന വലിയ തീരുമാനത്തോടെയാണ് മകൾ ഇവിടെ നിന്നിറങ്ങുന്നത്. നമുക്ക് മനസ്സിലാക്കാം, നാം വിദേശത്തേക്ക് മലയാളികളായി നമ്മളെ ഈശോ പറഞ്ഞുവിടുന്നത് ക്രിസ്തു കൈമാറ്റത്തിന് വേണ്ടിയാണ്. അവിടെ പരിശുദ്ധ അമ്മ നമ്മോടുകൂടെ സഞ്ചരിക്കും. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈശോയിൽ നിന്ന് പ്രാപിച്ചു തരും. അഞ്ജു പൗലോസിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട്